ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്ക് പോയതോടുകൂടെ മാമച്ചനും ഗ്രേസാമ്മക്കും ആ വലിയ സന്തോഷം അവളെ തേടിയെത്താണ്. കൊട്ടാരം മറ്റത്തെ ആണ് അലീനയുടെ വിലാസമെന്ന് മനസ്സിലാക്കിയ അവർക്ക് വലിയ സന്തോഷമാവാണ്. അങ്ങനെയാണെങ്കിൽ ഷെറിനെയും ഷെറിൻ്റെ കുഞ്ഞിനെക്കുറിച്ചും അറിയാമായിരിക്കും അവർക്ക് ആ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിച്ചെന്ന കാര്യം. അതിനുവേണ്ടി മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസാമ്മയും കൊളുത്തുപുയിലേക്ക് വരുന്നുണ്ട്. അവരുമായിട്ട് വലിയ സൗഹൃദത്തിലാവാണ്. അങ്ങനെ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞായിരുന്നു ഷെറിൻ്റെ വയറ്റിലുള്ളത്. ആ കുഞ്ഞെ പ്രസവിച്ചു, അതിനെ എവിടെയോ ഉപേക്ഷിച്ചു. ഒരലീനയും രേവതിക്കുട്ടി പോലെ അവളും എവിടെ അനാഥയത്തിൽ വളരുന്നുണ്ടാവും. വല്ല അറിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവളെ തിരിച്ചു തരണം. ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ട ഒരച്ഛനും അമ്മയാണ് ഞങ്ങൾ. എത്രയോ വേദനയിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഞങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും. അങ്ങനെ സ്റ്റാലിൻ ഔദിക്കുട്ടിച്ചേനോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പച്ച, ഷെറിൻ പ്രസവിച്ച കുഞ്ഞെവിടെ? അതിനെ നിങ്ങൾ എന്തു ചെയ്തു? എൻ്റെ മകളെ നിങ്ങളൊരു അനാഥയത്തിൽ ഉപേക്ഷിച്ച പോലെ തന്നെ ആ കുഞ്ഞിനെയും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ മോനെ, ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി. അത് തന്നെയാ എന്നോട് പറഞ്ഞത്. വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയെന്നേ. വല്യപ്പച്ച, വല്ല അറിവുണ്ടെങ്കിൽ വല്യപ്പച്ചൻ പറയണം. എന്നെപ്പോലെ ആ കുഞ്ഞ് എവിടെയെങ്കിലും വളരുന്നുണ്ടാവും. അത് പാടില്ല. ഒരു അനാഥയ്ക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അച്ഛനും അമ്മയും നിഷേധിക്കാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? ഒടുവിൽ അവധിക്കുട്ടിച്ചൻ തീരുമാനിക്കാണ്. ഞാൻ അന്ന് ആ കുഞ്ഞിനെ കൊടുത്തത് പ്രജിത മമ്മി എന്ന ഒരാൾക്കായിരുന്നു. ആ പേര് കേട്ടതും അലീനയ്ക്ക് ആകെപ്പാടെ വല്ലാതെയാവാ. പ്രജിത മമ്മിക്കോ? സ്നേഹനികേതനത്തിൽ? അതെ, അവിടെ തന്നെയാണ്. ഇപ്പം ആ കുട്ടിക്ക് ഏകദേശം ഒരു 4 വയസ്സെങ്കിലും ആയിക്കാണും. ഏത് ഡേറ്റിലാണ് വല്യപ്പച്ച കൊടുത്തത്? അലീന വെപ്രാളത്തോട് ചോദിക്കുന്നുണ്ട്. അവിടെ വന്ന ഓരോരുത്തരെയും അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. ആ പറഞ്ഞു കൊടുത്ത ഡേറ്റ് അനുസരിച്ച് അവിടേക്ക് കൊണ്ടുവന്ന കുഞ്ഞ് ചിന്നുമോളായിരുന്നു. അതിപ്പോൾ അലീനയ്ക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വരാട്ടോ. സന്തോഷത്തോടെ ഓടി രേവതിക്കുട്ടി അരികിലേക്ക് വരുന്നുണ്ട്. മോളെ, നമ്മുടെ ചിന്നുമോളാണ് ഷെറിൻ ചേച്ചി പ്രസവിച്ച മകൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ വലിയ സന്തോഷമാവാണ്. ഷെറിനെ കാണാനായിട്ട് അലീനയും രേവതിക്കുട്ടിയും പോകുന്നുണ്ട്. അങ്ങനെ ഷെറിനെ ആണെങ്കിലും ആ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അലീന തന്നെയാണ്. അങ്ങനെ സ്വന്തം മകളെ അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിന്നുമോളൊക്കെ ഏറ്റെടുത്ത് കൊടുക്കണം. അതോടുകൂടെ അവർ വളരെ ഹാപ്പിയാവാണ്. മാമച്ചൻ്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലാണ് കേട്ടോ അവർ പിന്നെ താമസിക്കുന്നത്. രേവതിക്കുട്ടിക്കും ഒരു കൂട്ടായി. ചിന്നുമോളും ഷെറിൻ ചേച്ചിയും എല്ലാവരും വലിയൊരു ഒരുപാട് ആളുള്ള ഒരു വീട് പോലെ തോന്നിക്കാട്ട് അവർക്ക്. കുഞ്ഞിൻ്റെ കളിയും ചിരിയും. ഗ്രേസാമ്മക്കും മാമച്ചനും അവർ സന്തോഷവരാണ്. ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് ആരോഗ്യത്തോട് ജീവിക്കാൻ കഴിയും. ഞങ്ങളുടെ കൊച്ചുമകളെ കൂടെ ആ ഒരു സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കാണ് രേവതിക്കുട്ടിയെ കാണാനായിട്ട് വീണ്ടും അവളുടെ അച്ഛനും മുത്തശ്ശനും കൂടി അവിടേക്ക് വരുന്നത്. അങ്ങനെ അവരും വളരെ സന്തോഷത്തോടെ സംസാരിക്കാണ്. രേവതിക്കുട്ടിയോട് അവർ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രേസാമ്മയും മാമച്ചനും പറയും, ഒരു ദിവസത്തെ കാര്യമല്ലേ മോളെ, നിന്റെ അച്ഛനല്ലേ വിളിക്കുന്നത്, നീ അവരുടെ കൂടെ പോയി ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ട് വാ. അങ്ങനെ മനസ്സോടെയാണെങ്കിലും രേവതിക്കുട്ടി വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, ഞാൻ വരാം വല്യപ്പച്ച, അച്ഛനത് സന്തോഷമാവെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ആ വീട്ടിൽ രേവതിക്കുട്ടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചനും അവളുടെ അച്ഛനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർക്ക് നല്ല വിഭവങ്ങളെല്ലാം ഒരുക്കി രേവതിക്കുട്ടി അവരുടെ മകളായിട്ട് തന്നെ അവിടെ നിൽക്കുക. ആ രാത്രിയാണ് അവിടേക്ക് അവളുടെ അച്ഛൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീ അവിടേക്ക് വരുന്നുണ്ട്. രേവതിക്കുട്ടിയെ കണ്ടതും അവർ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഇവളാരാ? എന്തിനാ ഇവൾ ഇങ്ങോട്ട് വന്നത്? ആൻസി, നീ ദേഷ്യപ്പെടേണ്ട, അത് ഇവൻ്റെ മകളാണ്. ഇവൻ്റെ മകളോ? എൻ്റെ ഭർത്താവിന് ഞാൻ അറിയാത്ത ഏത് മകളാ ഉള്ളത്? അങ്ങനെ വല്യപ്പച്ചൻ സത്യം പറയുന്നുണ്ട്. അവരുടെ ലക്ഷ്യമാണെങ്കിലോ ഇവരുടെ സ്വത്തുക്കൾ മാത്രമായിരിക്കും. അപ്പോൾ ഒരു അവകാശി ഉണ്ടല്ലേ, ഇയാൾ ചത്തുപോയാലും ആ പെണ്ണിനായിരിക്കും അവകാശങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അങ്ങനെ അവളുടെ അച്ഛൻ്റെ ആ 2ാം ഭാര്യ ഈ കാര്യങ്ങൾ ആങ്ങളമാരെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ അങ്ങ് തീർക്കണം. അച്ഛൻ പോകുന്നതിന് മുമ്പേ മകളെ അങ്ങ് തീർക്കണം. ആ സ്വത്തൊന്നും കൈവശപ്പെടുത്താൻ ഒരു അനാഥത്തിൽ വന്ന ഒരു പെണ്ണിനെ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അങ്ങനെ അവരാണെങ്കിലും രേവതിക്കുട്ടി പിറ്റേ ദിവസം മാമച്ചൻ്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലേക്ക് തന്നെ തിരികെ പോവാട്ടോ. അച്ഛനോടും വല്യപ്പച്ചനോടൊക്കെ യാത്ര പറയുമ്പോൾ അവൾക്ക് ആകെപ്പാട് സങ്കടമായിരുന്നു. അങ്ങനെ ഇനിയും ഇതുപോലെ വന്ന് നിൽക്കാമെന്ന് വാക്ക് കൊടുത്ത് അവളടന്ന് പോകുമ്പോൾ അച്ഛനും
അപ്പച്ചനും വലിയ സങ്കടത്തോടെ ആ പോക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ ഒരു ടാക്സി വിളിച്ച് അതിലാണ് പറഞ്ഞു വിടുന്നത്. ഈ വിവരം മനസ്സിലാക്കിയവർ ആ ടാക്സിക്ക് പുറകെ തന്നെ ഉണ്ടാവും. അവളുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയും അവരുടെ ആളുകളും തന്നെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും രേവതിക്കുട്ടിയെ ഇല്ലാതാക്കാനായിട്ട്. അലീന ധൃതിയിൽ ഫോണിൽ എന്തോ നോക്കി നിൽക്കാന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഹാളിലേക്ക് വന്നതാണ് സ്റ്റാലിൻ ജോസഫ്. അലീന, നീ കഴിക്കുന്നില്ലേ? അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അലീന, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എടുത്താൽ മതി. പപ്പ 2 തവണയായി വിളിക്കുന്നത്, ആരെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. അവൾ പറയുന്നുണ്ട്, എന്ത് അത്യാവശ്യമാണെങ്കിലും ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എണീറ്റ് പോകാൻ പാടില്ല. അങ്ങനെ അലീന ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ നമ്പറിലേക്ക് തിരിച്ചേ വിളിക്കുന്നുണ്ട്. ഗ്രേസാമ്മയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. മോളെ അനീന, നമ്മുടെ രേവതിക്കുട്ടി. അയ്യോ ആൻറ്റി, രേവതിക്കുട്ടിക്ക് ഇത് എന്ത് പറ്റി? അങ്ങനെ ആ കരച്ചിലോടെ ഗ്രേസാമ്മ പറയുന്നുണ്ട്, അവൾ ഇന്നലെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ആക്സിഡൻറ്റ്, അവളിപ്പോൾ ഹോസ്പിറ്റലാണ്, ഞങ്ങളും ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഒരു കരച്ചിലായിരുന്നു കേട്ടോ. നമ്മുടെ രേവതിക്കുട്ടിക്ക് എന്ത് പറ്റി അറിയില്ല. അങ്ങനെ അലീനയാണെങ്കിലും കരഞ്ഞുകൊണ്ട് തന്നെ പപ്പ എന്ന് വിളിച്ച് രേവതിക്കുട്ടിയുടെ അവസ്ഥ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ രേവതിക്കുട്ടി ഈ ആടെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്താലും ആൾ രക്ഷപ്പെടുമോ എന്നറിയത്തില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പറേഷൻ ചെയ്യാൻ എത്ര പണം വേണ്ടി വന്നാലും ചിലവാക്കാം ഡോക്ടറെ. അവളുടെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കണ്ണീരോടെ അലീന പറയുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിലോ വെന്റിലേറ്ററിലും എല്ലാം വളരെ നിസ്സഹാവസ്ഥയിൽ കിടക്കായിരിക്കും. തലയിലും എല്ലാം പൊട്ടി രക്തം ഒഴുകുന്നുണ്ടാവും. അങ്ങനെ തലക്ക് വലിയൊരു സർജറി വേണമെന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ അവളുടെ ജീവൻ രക്ഷിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാൻ അലീന ഒരുക്കായിരുന്നു. അങ്ങനെ ആ സർജറി കഴിയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് അത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഡോക്ടർ പാതി ദൈവം പാതി എന്നല്ലേ. നിങ്ങളുടെ പ്രാർത്ഥന ഫലം ചെയ്യും. ആ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞു ഡോക്ടർ പോകുമ്പോൾ കണ്ണീരോടെ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് അലീന പ്രാർത്ഥിക്കുന്നുണ്ട്. വിവരം അറിഞ്ഞ് ബബിതയും കൃഷ്ണമോളും രോഹിത്തും വരുന്നുണ്ട്. രോഹിത്ത് ചങ്ക് പെടഞ്ഞ് നോക്കുക, തൻ്റെ പ്രാണന അവിടെ കിടക്കുന്നത്. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രോഹിത്തില്ല എന്നെല്ലാം മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ചില്ലുവാതിലിനപ്പുറത്ത് നിന്ന് നോക്കുക. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. രേവതിക്കുട്ടിയുടെ വിവരങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കാൻ അവർ ഇതുവരെ അവൾക്ക് ബോധം വീണിട്ടില്ല. ബോധം വന്നാൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയൂ എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ഫലം കണ്ടു. രേവതിക്കുട്ടി കണ്ണു തുറന്നു. അലീനയും രോഹിത്തും അവൾക്കരികിലുണ്ടായിരുന്നു. അവളുടെ ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട്. മോളെ രേവതിക്കുട്ടി, നിനക്കൊന്നുമില്ല. ചേച്ചി, ഞാൻ തിരിച്ചു വന്നല്ലോ. ഞാൻ മരിച്ചു പോയെന്നാ കരുതിയത്. എനിക്കെൻ്റെ ചേച്ചിയെയും രോഹിത്തേട്ടനെ ഒന്നും കാണാൻ കഴിയില്ല എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. മോള് വിഷമിക്കേണ്ട, സംസാരിക്കല്ലേ. ഇപ്പോൾ നീ രക്ഷപ്പെട്ടല്ലോ. ഇനി പതിയെ എല്ലാം മാറിക്കോളും. രോഹിത്ത് അവളുടെ കൈ പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി, എല്ലാം ഞാനില്ലേ കൂടെ, പേടിക്കേണ്ട എന്നൊരു സന്ദേശം കൊടുക്കുന്ന പോലെ രോഹിത്തും അവളും പരസ്പരം നോക്കുന്നുണ്ട്. രോഹിത്ത് കണ്ണു നിറഞ്ഞ് പുറത്തേക്ക് വരാം. ഇനി വല്ലതും പോയി കഴിക്കും മക്കളെ. ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളം നിങ്ങൾ രണ്ടുപേരും കഴിച്ചില്ലല്ലോ, സ്റ്റാലിൻ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട് അലീന. പതിയെ വീണ്ടും രേവതിക്കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരാട്ടോ. കൈയും കാലും എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അവളെ നോക്കാനായിട്ട് മാമച്ചനെങ്കിലും ഗ്രേസാമ്മയും ഒരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ടാവും രേവതിക്കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട്. അവൾക്ക് അതിലു പരം ഭാഗ്യം മറ്റെന്താണുള്ളത്? വേലക്കാരിയായി വന്നവരെ സ്വന്തം മകളെ പോലെ അവരങ്ങ് സ്വീകരിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ ഓർത്തിട്ട് മാമച്ചനും ഗ്രേസാമ്മയും ഒക്കെ ആ ഒരു ദിവസങ്ങളിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അവളുടെ അച്ഛനും അപ്പച്ചനും അവിടേക്ക് വന്നിട്ടുണ്ടാവും. അവർക്കും മനസ്സിലായി ഈ ആക്സിഡൻ്റ് പിന്നിൽ ആരായിരിക്കുമെന്ന്. അങ്ങനെ അവർ രേവതിക്കുട്ടിയുടെ കണ്ടുകൊണ്ട് തന്നെ അവരും തന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വൈജയന്തിക്ക് ഇപ്പോഴും അറിയില്ല തൻ്റെ മകളാണ് അലീനയെന്നും. അതിൻ്റെയൊക്കെ ശേഷമാണ് വൈജയന്തിയെ വിവരം അറിയിക്കുന്നത്. പിന്നീട് വൈജയന്തി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രോഹിത്തിൻ്റെയും രേവതിക്കുട്ടിയുടെ വിവാഹം വളരെ ഗ്രാൻഡായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. ഒക്കെ ബാലചന്ദ്രനൊക്കെ മരണത്തിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറിയൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.